അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി. ഇല്ല, ഇത്രയും വിചാരിച്ചില്ല കേട്ടോ വൈറലാവുമെന്ന്. കുട്ടികളെല്ലാരും പാടി നടക്കുന്നു, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര അത്ഭുതമായി പോയി. ദോഹയിൽ വെച്ച് ഈണം സ്വരളയ അവാർഡിന് മണിച്ചേട്ടനും ഉണ്ടായിരുന്നു. ഓടപ്പഴം പോലൊരു പെണ്ണിനോ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ വലഞ്ഞോനാണ്ടിയ. ഞങ്ങളെപ്പോഴും ഫോണിൽ വിളിക്കുമായിരുന്നു. മൂന്നാം നാൾ എന്നുള്ള സിനിമയിലെ പാട്ട് ഓർമ്മില്ല, മണിച്ചേട്ടന്റെ സിനിമയിൽ പാടിയായിരുന്നു. സന്തോഷം, വളരെ സന്തോഷം കേട്ടോ. മണിച്ചേട്ടന്റെ പേരിലുള്ള അവാർഡ് നമ്മുടെ MLA അംബിക മേഡം നൽകി. അതൊരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ മണിയണ്ണൻ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. മണിമുത്തല്ലേ അല്ലേ, അത് കാരണം ഞാനുമായിട്ട് തന്നെ ചേട്ടൻ പിന്നെ ലംബോദര എന്നൊക്കെ പറയും. ഭയങ്കര കോമഡിയാ എന്നോടൊക്കെ. അത് മണിച്ചേട്ടന്റെ പേര് ഇപ്പൊ ആദ്യത്തെ രണ്ടാമത്തെ അവാർഡ്. മണിച്ചേട്ടൻ ഒരു പാട്ട് പാടിയില്ലല്ലോ. അത് പാടാല്ലേ. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലൊക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നു തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഇല്ല, ഇത്രയും വിചാരിച്ചില്ല കേട്ടോ വൈറലാവുമെന്ന്. കുട്ടികളെല്ലാരും പാടി നടക്കുന്നു, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര അത്ഭുതമായി പോയി. മണിച്ചേട്ടനുമായിട്ട് സിനിമയിൽ പാടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഫോണിലൂടെ സംസാരിക്കുക. ചാലക്കുടിയിൽ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്, സ്കൂളില് ബസ് വിതരണം. എല്ലാരും പറഞ്ഞായിരുന്നു ഹിറ്റാവുമെന്ന്. ഇത്ര വരെ എത്തുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ആദ്യം ഹാർഡായിട്ട് പാടാൻ, എനർജറ്റിക് ആയിട്ട് പാടാൻ പറഞ്ഞു ദീപു നൈനൻ തോമസ്, മ്യൂസിക് ഡയറക്ടർ. അതിനുശേഷം താരാട്ടിന്റെ ഭാഗം ഇച്ചിരി സോഫ്റ്റ് സൗണ്ട്, ഇച്ചിരി സോഫ്റ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ പലതരത്തിലും എന്നെ കൊണ്ട് പാടിച്ചു. സംഭവമില്ലേ, അതൊരു ഭാഗ്യമായി. മണിച്ചേട്ടനുമായിട്ട് സിനിമയിൽ പാടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഫോണിലൂടെ സംസാരിക്കുക. ചാലക്കുടിയിൽ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്, സ്കൂളില് ബസ് വിതരണം. സ്കൂൾ ബസ് നൽകുന്ന ആ സമയത്ത് ചേട്ടന് ഉച്ചയ്ക്ക് ചോറ് വിളമ്പി തന്നു. രണ്ടു പ്രാവശ്യം പ്രോഗ്രാം തന്നിട്ടുണ്ട്. ദോഹയിൽ വെച്ച് ഈണം സ്വരളയ അവാർഡിന് മണിച്ചേട്ടനും ഉണ്ടായിരുന്നു. അടുത്ത് വന്നപ്പോഴേന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് നല്ല രസമാട്ടോ. ഞങ്ങളെപ്പോഴും ഫോണിൽ വിളിക്കുമായിരുന്നു. മൂന്നാം നാൾ എന്നുള്ള സിനിമയിലെ പാട്ട് ഓർമ്മില്ല, മണിച്ചേട്ടൻ സിനിമയിൽ പാടിയായിരുന്നു. അത് പിന്നെ വന്നോ ഇല്ലെന്ന് അറിയില്ല, അത് കേട്ടെങ്കിൽ അത് ഓർമ്മ വന്നു. അപ്പൊ അതൊരു കാറ്റേയും പാടിക്കുമായിരുന്നു. കാറ്റേന്ന് പഠിക്കേ ഫോണിലൂടെ പാടിക്കുമായിരുന്നു. ഓടപ്പഴം പോലൊരു പെണ്ണിനോ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ വലഞ്ഞോനാണ്ട്യ. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച കാരണോ ഇന്നെന്റെ വീട്ടില് നിന്റെ വീട്ടില് കല്യാണാലങ്കാരോ. ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ട്യ. ഓടപ്പഴം പോലൊരു പെണ്ണിനോ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ വലഞ്ഞോനാണ്ട്യ.